ദക്ഷിണേന്ത്യയുടെ വാനമ്പാടി എസ് ജാനകി അന്തരിച്ചു. പതിറ്റാണ്ടുകളോളം തെന്നിന്ത്യൻ ഭാഷകളിൽ മാധുര്യമുള്ള ശബ്ദം കൊണ്ട് വിസ്മയം തീർത്ത ജാനകിയമ്മ 1938 ഏപ്രിൽ 23 ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലെ റെപ്പല്ലയിലാണ് ജനിച്ചത്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഉൾപ്പെടെ 17 ഭാഷകളിലായി 40,000-ലേറെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. 1957 തമിഴ് ചിത്രമായ വിധിയിൻ വിളയാട്ട് എന്ന ചിത്രത്തിലൂടെയാണ് ജാനകിയമ്മ ചലച്ചിത്ര പിന്നണി ഗായികയായി അരങ്ങേറ്റം കുറിച്ചത്. 1957 തന്നെ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലും സാന്നിധ്യം അറിയിച്ചു. മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് 4 തവണയാണ് ജാനകിയമ്മയെ തേടിയെത്തിയത്. 1976 16 വയതിനിലെ എന്ന തമിഴ് ചിത്രത്തിലെ സിന്ദൂരപ്പൂവേ എന്ന് തുടങ്ങുന്ന ഗാനത്തിനാണ് ആദ്യമായി ദേശീയ പുരസ്കാരം ലഭിച്ചത്. 1980 ഓപ്പോൾ എന്ന മലയാള ചിത്രത്തിലെ ഏറ്റുമാനൂർ അമ്പലത്തിൽ എന്ന് തുടങ്ങുന്ന ഗാനത്തിനും 1984 തെലുങ്ക് ചിത്രമായ സിതാരയിൽ വെന്നല്ലോ ഗോദാരി ആനന്ദം എന്ന് തുടങ്ങുന്ന ഗാനത്തിനും 1992 തമിഴ് ചിത്രമായ തേവർ മകനിൽ ഇഞ്ചി ഇടുപ്പഴക എന്ന് തുടങ്ങുന്ന ഗാനത്തിനുമാണ് ദേശീയ അവാർഡ് ലഭിച്ചത്. മികച്ച പിന്നണി ഗായികയ്ക്കുള്ള കേരള സംസ്ഥാന അവാർഡ് 14 തവണയും തമിഴ്നാട് സർക്കാരിന്റെ അവാർഡ് 7 തവണയും ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ അവാർഡ് 10 തവണയും ജാനകിയമ്മ സ്വന്തമാക്കി. തമിഴ്നാട് സർക്കാരിന്റെ കലൈമാമണി പുരസ്കാരം 1986 ലഭിച്ചു. സുർസിംഗർ അവാർഡ് 1987 സിനിമ ആർക്കൈവർ അവാർഡ് 2002 സ്പെഷ്യൽ ജൂറി സ്വരലയ യേശുദാസ് അവാർഡ് 2005 ജാനകിയമ്മയ്ക്ക് ലഭിച്ചു. 2013 പത്മഭൂഷൺ ലഭിച്ചെങ്കിലും ജാനകിയമ്മ ഇത് നിരസിക്കുകയുണ്ടായി. ഭാഷകളെ നിഷ്പ്രഭമാക്കിയ ആ സ്വരമാധുരി ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിൽ ഇനിയും നിറഞ്ഞു നിൽക്കും.